കരുവന്നൂർ കള്ളപ്പണക്കേസിൽ സിപിഎം നേതാക്കൾ ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസും മുൻ എംപി പി.കെ. ബിജുവുമാണ് ചോദ്യം ചെയ്യലിന് ഹാജരായത്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇഡി നൽകിയ കത്തിലെ വിവരങ്ങൾ കൂടി പുറത്തായിട്ടുണ്ട്. തൃശൂരിലെ സിപിഎം അക്കൗണ്ടുകളിൽ 99% വെളിപ്പെടുത്താത്തത് എന്നതാണ് ഇഡി അറിയിക്കുന്നത്. ഒപ്പം തൃശൂരിൽ പാർട്ടിക്ക് 81 അക്കൗണ്ടുകൾ ഉണ്ടെന്നും ഇഡിയുടെ രേഖയിൽ. കരുവന്നൂരിന് സമാനമായ ക്രമക്കേട് നടന്ന 12 ബാങ്കുകളുടെ വിവരങ്ങൾ കൂടി ധനമന്ത്രാലയത്തിനും റവന്യൂ വകുപ്പിനും കൈമാറിയിട്ടുമുണ്ട്. കിരൺ കുമാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, ഈ കരുവന്നൂരിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ഈ സിപിഎമ്മിന്റെ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടാണ്. ഇനി പി.കെ. ബിജു ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരായ എം വർഗീസും. കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തൃശൂർ സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി എം വർഗീസും ഒപ്പം തന്നെ മുൻ എംപി ആയിട്ടുള്ള പി.കെ. ബിജുവിനെയും ഇഡി ചോദ്യം ചെയ്യുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പി.കെ. ബിജുവിനെ 2ാം തവണയാണ് ഇന്ന് ചോദ്യം ചെയ്യലിന് വേണ്ടി വീണ്ടും വിളിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഏകദേശം 8 മണിക്കൂറോളം ഇയാളെ ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് പി.കെ. ബിജുവിനെ വിട്ടത്. വീണ്ടും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിട്ടുള്ള നിർദ്ദേശം നൽകിയായിരുന്നു. പ്രധാനമായിട്ടും പി.കെ. ബിജുവിൽ നിന്ന് ചോദിച്ചറിയേണ്ട ചില കാര്യങ്ങൾ, അത് ഈ കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ബിജുവിന്റെ ഇടപാടുകൾ തന്നെയാണ്. നേരത്തെ ഈ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്ന സമയത്ത് സിപിഎം ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. അതിൽ പി.കെ. ബിജു അടക്കമുള്ള ആളുകളാണ് ഈ അന്വേഷണ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇഡി തേടുന്നുണ്ട്. കൂടാതെ തന്നെ ഈ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള പി സതീഷ് കുമാറുമായി 2020 പി.കെ. ബിജു സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന്, ഈ സതീഷ് കുമാർ ബിജുവിന് പണം നൽകിയിട്ടുണ്ട് എന്നൊരു വെളിപ്പെടുത്തലുകൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ഇതിന്റെ കാര്യങ്ങളിൽ കൂടി കൂടുതൽ വ്യക്തത തേടുന്നതിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും പി.കെ. ബിജുവിനെ ചോദ്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എം വർഗീസിനെ ഇന്ന് ചോദ്യം ചെയ്യുകയാണ്. ഇന്ന് ചോദ്യം ചെയ്യലിൽ ഹാജരാകുന്ന സമയത്ത് എം വർഗീസ് അറിയിച്ചത് പാർട്ടിക്ക് ഈ പാർട്ടിയുടെ പേരിൽ രഹസ്യ അക്കൗണ്ടുകൾ ഇല്ല എന്നുള്ള കാര്യം, അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ തനിക്ക് അറിവില്ല എന്നുള്ളൊരു കാര്യമാണ് ഇയാൾ പറയുണ്ടായിരുന്നത്. അതായത് കരുവന്നൂരിലടക്കം ചില ലോക്കൽ കമ്മിറ്റികൾക്ക് അക്കൗണ്ടുകളുണ്ട് എന്നുള്ളൊരു വെളിപ്പെടുത്തലുകളും കാര്യങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് തനിക്ക് അറിവില്ല എന്നുള്ളൊരു കാര്യം എം വർഗീസ് പറയുകയുണ്ടായിരുന്നു. കൂടാതെ തന്നെ പാർട്ടിക്ക് ചില സ്വത്തുക്കളുണ്ട്, അത് സ്ഥലമായിട്ടും കെട്ടിടങ്ങളുമായിട്ടൊക്കെ ഉള്ളതാണ്. അതിന്റെ ആധാരമടക്കമുള്ള രേഖകളുണ്ട്. ഇങ്ങനെ രേഖകളുള്ള സ്വത്തുക്കൾ മാത്രമാണ് പാർട്ടിയുടെ കയ്യിൽ ഉള്ളത് എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇന്ന് എം വർഗീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്ന സമയത്ത് പറഞ്ഞിരുന്നത്. അതേ സമയത്ത് തന്നെയാണ് ഏതായാലും ഈ നേരത്തെ ഇഡി കൊടുത്ത കത്ത്, അതായത് ഇലക്ഷൻ കമ്മീഷന് ഇഡി നൽകിയിട്ടുള്ള കത്ത് കൂടി പുറത്തു വരുന്നത്. അത് ഈ കരുവന്നൂർ സഹകരണ ബാങ്കും ഒപ്പം തന്നെ മറ്റു ചില സഹകരണ ബാങ്കുകളിലടക്കം സിപിഎം നടത്തിയിട്ടുള്ള, ഇതിന്റെ മറയാക്കി സിപിഎം നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണ്. സിപിഎമ്മിന് പല രഹസ്യ അക്കൗണ്ടുകളുമുണ്ട്. തൃശ്ശൂരിൽ തന്നെ 81ഓളം അക്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇഡി ഈ കത്തിൽ സൂചിപ്പിക്കുന്നത്. ഇതിൽ തന്നെ 99% അക്കൗണ്ടുകളുടെയും വിവരങ്ങൾ ഇത് ദുരൂഹമായി തന്നെ തുടരുന്നു. ഇതിന്റെ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടാതെ ഇരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും ഇഡി ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുള്ള കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അനു.